നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതായത് ഇസ്രയേലിന് വേണ്ടി ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലേക്ക് ഇസ്രയേൽ അതിശക്തമായ തുടരെയുള്ള ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വൻ സ്ഫോടന പരമ്പര തന്നെയാണ് ദോഹയിൽ അരങ്ങേറിയിരിക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാക്കളെ ഉന്നമിട്ടുകൊണ്ടുള്ള ഈ ആക്രമണത്തെ ഇസ്രയേലാകട്ടെ ഇതിനോടകം തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്താര പ്രവിശ്യയിലായിരുന്നു ഈ സ്ഫോടനമുണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉഗ്ര സ്ഫോടനങ്ങൾ തന്നെയായിരുന്നു നടന്നത്. ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉഗ്ര ശബ്ദം കേൾക്കുകയും ആകെ മൊത്തം പുകപടലങ്ങൾ ഉയരുകയും ചെയ്തുവെന്നാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറയുന്നത്. ഹമാസിന്റെ ഉന്നത നേതൃത്വം ദോഹയിലെ ചില മേഖലകളിൽ ഒളിച്ചിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവർ ഇസ്രയേലിന് നേർക്ക് ആക്രമണങ്ങൾ പദ്ധതിയിടുന്നു. അവരെ തന്നെയായിരുന്നു തങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതെന്നാണ് സൂചന പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണം ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദോഹയിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്നത്. അവരെ ലക്ഷ്യമിട്ട് തങ്ങളൊരു ഓപ്പറേഷൻ നടത്തി. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഉണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് മുന്നേ തന്നെ കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചും കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉൾപ്പെടെ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ അടക്കം സ്വീകരിച്ചിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ച ചെയ്യുന്ന യോഗമായിരുന്നു ആക്രമിക്കപ്പെട്ടതെന്നാണ് ഹമാസ് നേതാക്കൾ നിലവിൽ ആരോപിക്കുന്നത്. അൽ ജസീറ അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ഹമാസിനെ പരാജയപ്പെടുത്താൻ IDF-ഉം ISIയും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ആക്രമണം അത് മറ്റു പല ദിശകളിലേക്കും സഞ്ചരിക്കാനുള്ള വലിയൊരു സാധ്യത വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്.